ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ സൗദി അറേബ്യയിലെ അൽ ഹിജ്ർ എന്ന പ്രദേശത്ത് വസിച്ചിരുന്ന അതിശക്തരായ ഒരു ജനവിഭാഗമായിരുന്നു സമൂദ്. ആദിലോകർക്ക് ശേഷം വന്ന അവർ പാറകൾ വെട്ടിത്തുരന്ന് മനോഹരമായ കൊട്ടാരങ്ങളും വീടുകളും നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായിരുന്നു. പക്ഷേ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ മറന്ന് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ആ ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തനായ പ്രവാചകരായിരുന്നു സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. സ്വാലിഹ് നബി തൻ്റെ ജനതയോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. എന്നാൽ അഹങ്കാരികളായ സമൂദ് ഗോത്രം അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കണമെങ്കിൽ തങ്ങൾക്ക് മുന്നിൽ ഒരു അത്ഭുതം കാണിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകം പുറത്തു വരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നവർ വെല്ലുവിളിച്ചു. സ്വാലിഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു വലിയ പാറ പിളരുകയും അതിൽ നിന്ന് അതികായയായ ഒരു ഒട്ടകം പുറത്തു വരികയും ചെയ്തു. ഇത് കണ്ട ജനങ്ങൾ അമ്പരന്നുപോയി. സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, ഇതാ അള്ളാഹുവിൻ്റെ ഒട്ടകം. ഇത് നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാണ്. ഇതിനെ ഉപദ്രവിക്കരുത്. ഒരു ദിവസം ഇതിന് വെള്ളം കുടിക്കാനുള്ളതാണ്, അടുത്ത ദിവസം നിങ്ങൾക്കും. കുറച്ചുകാലം അവർ ആ ഒട്ടകത്തോടൊപ്പം കഴിഞ്ഞു. ആ നാട്ടിലെ കിണറുകളിലെ വെള്ളം മാറി മാറി ഉപയോഗിച്ചു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അവർക്ക് ധാരാളം പാൽ ലഭിച്ചിരുന്നു. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ദുഷ്ടന്മാർ ആ ഒട്ടകത്തെ വധിക്കാൻ തീരുമാനിച്ചു. 9 പേരടങ്ങുന്ന ആ സംഘം ഒളിഞ്ഞിരുന്ന് ഒട്ടകത്തെ അമ്പെയ്ത് വീഴ്ത്തുകയും അതിൻ്റെ കാലുകൾ വെട്ടി വധിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്യധികം ദുഃഖിതനായി. അദ്ദേഹം തൻ്റെ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം കൂടി നിങ്ങൾ സുഖമായി കഴിഞ്ഞുകൊള്ളുക. ഇത് ലംഘിക്കപ്പെടാത്ത ഒരു വാഗ്ദാനമാണ്. ആദ്യത്തെ ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി മാറി. 2-ാം ദിവസം ചുവപ്പും 3-ാം ദിവസം കറുപ്പും നിറമായി. 4-ാം ദിവസം പുലർച്ചെ ആകാശത്തുനിന്ന് അതിശക്തമായ ഒരു ഗർജനം മുഴങ്ങിക്കേട്ടു. ഭൂമി കുലുങ്ങി. ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ സമൂദ് ജനത തങ്ങളുടെ വീടുകളിൽ മരിച്ചു വീണു. അള്ളാഹുവിൽ വിശ്വസിച്ച സ്വാലിഹ് നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇന്നും സൗദി അറേബ്യയിലെ അൽ ഹിജ്റിൽ സമൂദ് ഗോത്രം പാറകളിൽ കൊത്തിയുണ്ടാക്കിയ ആ വീടുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. അത് ലോകത്തിന് വലിയൊരു പാഠമാണ്. എത്ര ശക്തരായാലും സൃഷ്ടാവിനെ ധിക്കരിച്ചാൽ നേരിടേണ്ടി വരുന്ന പരിണിത ഫലം അവിടെ ദർശിക്കാം.